ഇറാൻ നമ്മുടെ സുഹൃത്ത് രാജ്യമായതുകൊണ്ട് ഇറാന്റെ കൂടെ നിൽക്കണമെന്ന് സോണിയ രാജീവ് പറയുമ്പോൾ ആരാണ് ഇന്ത്യയുടെ സുഹൃത്ത് എന്നൊരു ചോദ്യമുണ്ട്. UN-ലെ സ്ഥിരാംഗത്വം 1950-കളിൽ ഇന്ത്യക്ക് താലത്തിൽ വെച്ച് നീട്ടിത്തന്ന രാജ്യങ്ങളാണ് അമേരിക്കയും സോവിയറ്റ് യൂണിയനും. അന്ന് വിശ്വപൗരൻ കളിച്ചു നടന്ന ആ സീറ്റ് ചൈനയ്ക്ക് നൽകണമെന്ന് നിർദ്ദേശിച്ച് മഹാമനസ്കത കാണിച്ചു. ലോകത്ത് ഏത് മണ്ടനായ ഭരണാധികാരിയാണ് അത് ചെയ്യുക എന്ന് നമുക്ക് തോന്നിയേക്കാം. അതായിരുന്നല്ലോ നമ്മുടെ അവസ്ഥ. അത് പോട്ടെ, ചൈനയ്ക്കൊടുവിൽ സ്ഥിരാംഗത്വം കിട്ടി. സ്വാഭാവികമായും ഇന്ത്യ ഒഴിഞ്ഞതുകൊണ്ടും ഇന്ത്യ നിർദ്ദേശിച്ചതുകൊണ്ടും ചൈനയ്ക്ക് ആ സീറ്റ് ലഭിച്ചു. ഇന്ത്യ ഞങ്ങളോട് വിശാല മനസ്കത കാണിച്ചു എന്ന് അവർ ഒരിക്കൽ പോലും കരുതിയില്ല. 3 വർഷങ്ങൾക്ക് ശേഷം അവർ ഇന്ത്യൻ പ്രദേശങ്ങൾ കയ്യേറാൻ തുടങ്ങി. ഒടുവിൽ 1962-ൽ വലിയൊരു യുദ്ധവും നടത്തി നമ്മുടെ നല്ലൊരു ശതമാനം ഭൂമിയും അവർ നേടി. നമ്മൾ അവരെ UN-ൽ നിർദ്ദേശിച്ചതോ സ്ഥിരാംഗത്തിന് നിർദ്ദേശിച്ചതോ അവരോർത്തില്ല. അവർ ഒരു ഒറ്റ കാര്യമേ നോക്കിയുള്ളൂ, അവരുടെ രാജ്യ താല്പര്യം. ഇന്നും ഇന്ത്യക്കെതിരെ കാശ്മീർ വിഷയത്തിലും മസൂദ് അസർ പോലുള്ള തീവ്രവാദികളെ ഭീകരവാദികളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതിന് ഇന്ത്യ നടത്തുന്ന ശ്രമങ്ങളും ചൈന ഇന്ത്യ നൽകിയ ഈ വീറ്റോ പവർ കൊണ്ട് അസാധുവാക്കി കളിക്കുന്നു. 1977-ൽ ഇസ്രായേലിന്റെ വിദേശകാര്യമന്ത്രി മോഷെ ഡയാൻ ഇന്ത്യ രഹസ്യമായി സന്ദർശിച്ചിരുന്നു. ഇസ്രായേലുമായി നയതന്ത്ര ബന്ധങ്ങൾ സ്ഥാപിക്കാനുമായിരുന്നു അത്. മൊറാർജിയെയും അന്നത്തെ വിദേശകാര്യമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയെയും അദ്ദേഹം കണ്ടു. പക്ഷേ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നതിന് രാഷ്ട്രീയമായി തിരിച്ചടി നൽകുമെന്ന് പേടിച്ച് മൊറാർജി പിന്മാറി. പാകിസ്ഥാന്റെ അന്നത്തെ കഹൂത്തയിലെ ആണവ പരീക്ഷണങ്ങൾ തകർക്കാൻ സഹായം വാഗ്ദാനം ചെയ്ത ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കാൻ വീണ്ടും വർഷങ്ങളെടുത്തു. അദ്വാനി നരസിംഹ റാവുവിന് കത്തയക്കുന്നത് വരെ. ഇസ്രായേല് കാശ്മീർ വിഷയത്തിൽ ഇന്ത്യക്ക് അനുകൂലമായി അന്താരാഷ്ട്ര വേദികളിൽ വോട്ട് ചെയ്യുമ്പോൾ നമ്മൾ അനുകൂലിച്ച് കെട്ടിപ്പുണരുന്ന പാലസ്തീൻ അന്ന് പാകിസ്ഥാന് വേണ്ടി വോട്ട് ചെയ്തു. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇസ്രായേലിനെതിരെ നിൽക്കുന്നതുകൊണ്ട് മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾക്ക് അവരുമായി ബന്ധം സ്ഥാപിക്കാൻ മടിയായിരുന്നു. എന്നിട്ടും ഇസ്രായേൽ ഒരു നയതന്ത്ര ബന്ധത്തിനു വേണ്ടി നമ്മളുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ, അവരുടെ രാജ്യ താല്പര്യം. അറബ് രാജ്യങ്ങൾ പിണങ്ങുമെന്ന് കരുതിയാണ് ഒരു കാലത്ത് കോൺഗ്രസ് കാശ്മീർ വിഷയത്തിൽ ഒന്നും തന്നെ മിണ്ടാതിരുന്നത്. രാഷ്ട്രീയമായി ഇന്ത്യക്കുള്ളിൽ സംഭവിക്കാവുന്ന തിരിച്ചടികൾ ഓർത്ത് ഇന്ത്യയുടെ അന്താരാഷ്ട്ര നയം കീഴടങ്ങൽ നയമാക്കി മാറ്റിയ വർഗ്ഗങ്ങളാണവർ. ചൈനയെ പിണക്കിയാൽ ഇന്ത്യയിലെ ഇടതുപക്ഷം തനിക്കെതിരാകുമെന്നാണ് നെഹ്റു പേടിച്ചതെങ്കിൽ ഇസ്രായേലുമായി ബന്ധം സ്ഥാപിച്ചാൽ ന്യൂനപക്ഷങ്ങൾ പിണങ്ങും എന്നതായിരുന്നു പിന്നീട് കോൺഗ്രസുകാരുടെ പേടി. ഇങ്ങനെയൊക്കെയുള്ള അവിഞ്ഞ രീതിയായിരുന്നു കോൺഗ്രസിന്റെ കാലത്തെ വിദേശ നയം. ഒന്നിനും ഒരു വ്യക്തതയും ഇല്ലാത്ത, ആർക്കും നേട്ടമില്ലാത്ത ആഭ്യന്തര രാഷ്ട്രീയത്തിന് നേട്ടമുണ്ടാക്കാൻ സാധ്യതയുള്ള നയങ്ങൾ. മോദിയെ സംബന്ധിച്ച് BJPയെ സംബന്ധിച്ച് ഇത് രണ്ടും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു. ചൈനയുമായി ഉടക്കുകയും ചെയ്തു, ഇസ്രായേലുമായി വലിയ ബന്ധം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. രാജ്യത്തിനകത്ത് ആര് പിണങ്ങും ആര് ഇണങ്ങും എന്നൊന്നും അവർ കരുതിയില്ല. ഇന്ത്യക്ക് നേട്ടമാണോ എങ്കിൽ മുന്നോട്ട്. കോൺഗ്രസുകാർ ചുമന്നു നടന്ന അനാവശ്യ നയങ്ങളും പിന്തുടരുന്നില്ല. അവർ പിണങ്ങും ഇവർ പിണങ്ങും എന്ന് ആലോചിച്ച് നിൽക്കാതെ നമുക്കെന്ത് നേട്ടമെന്ന് മാത്രമാണ് നിലവിൽ ഇന്ത്യ ചിന്തിക്കുന്നത്. ഇന്ത്യയോട് അടുക്കുന്ന രാജ്യങ്ങൾ ഇന്ത്യ ഭാവിയിൽ അവർക്ക് ഉപകാരപ്പെടും എന്ന് തോന്നിയാണ് അടുക്കുന്നത്. ഇന്ത്യ തിരിച്ചു. അല്ലാതെ ആരെയും വളർത്താനോ സ്നേഹിക്കാനോ അല്ല നയതന്ത്ര ബന്ധങ്ങൾ. നയതന്ത്ര തലത്തിൽ ധാർമ്മികതയില്ല. ആരും വിശുദ്ധ പശുവല്ല, നമ്മളും വിശുദ്ധ പശുവല്ല. അവിടെ താല്പര്യങ്ങൾ മാത്രമേ ഉള്ളൂ, താല്പര്യങ്ങൾ മാത്രം. ഇന്ന് GCCയുടെ കൂടെ നിൽക്കുന്നതാണ് നേട്ടമെങ്കിൽ അങ്ങനെ, നാളെ ഇറാന്റെ കൂടെയാണെങ്കിൽ അങ്ങനെ. അത് ഇന്ത്യയുടെ താല്പര്യങ്ങൾ മാത്രം പരിഗണിച്ചാണ് ഇവിടെ. ഇരയോടൊപ്പം നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും, വേട്ടക്കാരന് ആശംസകൾ നേരുകയും ചെയ്യും. അതാണ് പുതിയ ഇന്ത്യ. ഭാരത് മാതാ കി ജയ്.